ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ +1ലും +2ലും നമുക്ക് വരുന്നതാണ് സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പലർക്കും ഉള്ള ചിലപ്പോൾ ഒരു ഡൗട്ട്സ് ആയിരിക്കാം ഹിന്ദി എടുക്കണോ മലയാളം എടുക്കണോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി തരുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഏതെടുക്കണം സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ളത് നമ്മുടെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നമ്മൾ എടുക്കണം. നമുക്ക് ആദ്യം ഹിന്ദിയുടെ കേസ് ഒന്ന് പരിശോധിച്ച് നോക്കാം കേട്ടോ. ഹിന്ദിക്കകത്ത് വരുമ്പോൾ മെയിൻലി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ശരിയാണ്, നമുക്ക് അങ്ങനെ വലിയ എസ്സേസോ കാര്യങ്ങളൊന്നും എഴുതണ്ട. കുറച്ചുകൂടി ബ്രീഫായിട്ട് നമുക്ക് ആൻസേഴ്സ് ഒക്കെ എഴുതി പോയാൽ മതിയാവും. പിന്നെ വൺ വേർഡ് സെക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഹിന്ദിക്കകത്ത്. അത് മാത്രമല്ല ഹിന്ദിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി ഡിസ്കോഴ്സ് ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മുടെ പോസ്റ്റർ, ലെറ്റർ അങ്ങനെയുള്ള സംഗതികളൊക്കെ വരുന്നുണ്ട്. നമ്മൾ 10ലൊക്കെ എഴുതിയിട്ടില്ലേ, ആ ഒരു മെത്തേഡിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഡിസ്കോഴ്സുകളൊക്കെ എഴുതാൻ, ഹിന്ദിയിലൊക്കെ എഴുതാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണോ അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിന്ദിയിൽ നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കുമല്ലോ അറിയാതിരിക്കാം. 10 വരെ നിങ്ങൾ ഹിന്ദി എന്നാലും പഠിച്ചിട്ടുള്ളവരാണ്. അപ്പം ഹിന്ദിയിൽ എങ്ങനെയാണ് എൻ്റെ ഒരു സ്കില്ല് എന്നുള്ളത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ അത് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. മീൻസ് നന്നായിട്ട് നല്ല ഭാഷയൊക്കെ യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഹിന്ദി തന്നെ എടുക്കാൻ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യമാണ് റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് നമുക്ക് എഴുതാനൊക്കെ ഉള്ള ഒരു എന്താ പറയുക, അതിനൊരു ക്വാളിറ്റി നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി വെക്കുക. ഹിന്ദി ബേസ് ചെയ്ത് നമ്മൾ പറയുന്നത്. മലയാളത്തിൻ്റെ കാര്യം പറയുമ്പോൾ മലയാളം എന്ന് പറയുമ്പോൾ സത്യം പറയാമല്ലോ, നമുക്ക് വൺ വേർഡ് സെക്ഷൻ കുറച്ചാണ് വരുന്നത്. ബാക്കി കൂടുതൽ നമുക്ക് വരുന്നത് ഷോർട്ട് എസ്സേ ആയിട്ടും ഒക്കെ നമുക്ക് എഴുതേണ്ട കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, എന്തും എഴുതി പാസ്സാവാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ പറ്റത്തില്ല. പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു കണ്ടന്റ് ഒക്കെ ബേസ്ഡ് ആണ് പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ലാതെ നമുക്ക് ജയിക്കാനൊക്കെ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മലയാളം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇതിലും ലാംഗ്വേജ് സ്കിൽ ഉണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് കുറച്ചുകൂടി ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടും നല്ല സാഹിത്യ രൂപേണയൊക്കെ എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാനൊക്കെയുള്ള എളുപ്പവഴികളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അത് മാത്രമല്ല റൈറ്റിംഗ് സ്കില്ലും, അത് പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സ്പീഡിൽ എഴുതി തീർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നോക്കുക കേട്ടോ. അതൊന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ മലയാളത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് ജനറലി നമുക്ക് ഹിന്ദി മലയാളം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ മലയാളത്തിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഡിസ്കോഴ്സ് ഭാഗങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമ്മുടെ ഉപന്യാസം, കുറിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.